അതെ, കഴിഞ്ഞ ആഴ്ച മരിച്ചുപോയ നമ്മുടെ പൈലിക്കുട്ടി ആശാനില്ല, അയാള് വന്ന് കഴുത്ത് പിടിച്ച് നെക്കല സ്വപ്നം കണ്ടതാ. എടാ, ആന കൊടുത്താലും ആശ കൊടുക്കരുത്. കൊറേ നാളായി എയ്ഡ്സ് വരുന്നു എന്ന് പറഞ്ഞ് നമ്മളെ മോഹിപ്പിക്കുന്നു. ഈ നാട്ടിൽ ആർക്കെങ്കിലും എയ്ഡ്സ് വന്നോ? ഇല്ല. പോട്ടെ, സൂററ്റില് എലിപ്പനി വന്ന് എത്ര ആൾക്കാരാവും മരിച്ചത്? ആ ഗ്യാങ്ങിൽ നിന്ന് ഒരു 4 എലികൾക്ക് ഇവിടെ വന്ന് നമ്മുടെ നാട്ടുകാരെ കടിച്ചുകൂടെ? അല്ല, ഈ എലികൾക്ക് പാസ്പോർട്ടോ വിസ വല്ലതും എടുക്കണോ? വേണ്ട. ഏതെല്ലാം സ്ഥലങ്ങളിൽ എത്ര തീവണ്ടികളാണ് അറിയണത്? ഏതെങ്കിലും ഒരു തീവണ്ടിക്ക് ഇവിടെ വന്ന് ഒരു കമ്പാർട്ട്മെന്റെങ്കിലും മറിച്ചിട്ട് പോണേല് ഡിപ്പാർട്ട്മെന്റിന് വല്ല നഷ്ടമുണ്ടോ? ഇല്ല. അറ്റ്ലീസ്റ്റ് ഒരു ആറ്റം ബോംബെങ്കിലും ഇവിടെ കൂടെ ഇട്ടുകൂടെ അവർക്ക്? ഇടില്ലടാ, ഇടില്ല. ഇതൊക്കെ ആശാന്റെ മനസ്സിന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. ശവപ്പെട്ടി ചെലവാകാൻ ഒരു വഴിയുണ്ട്. ഈ നാട്ടിൽ ഒരുമയിൽ കഴിയുന്നവരെ തമ്മിലടിപ്പിക്കണം. ഇപ്പൊ മാത്തുക്കുട്ടി ആശാന്റെ ട്രൂപ്പിൽ വല്ല കുഴപ്പമുണ്ടോ? ഇല്ലെന്ന് ആശാൻ പറയും. പക്ഷെ ഉണ്ടെന്ന് ഈ സൈക്കിൾ ജാക്സൺ പറയും. വിവരക്കേട് എഴുന്നള്ളിക്കാതെ അവിടെ ഒരു പ്രശ്നമില്ലെന്ന്. ഇല്ലായിരിക്കാം, പക്ഷെ ഉണ്ടാവും. ഉണ്ടാക്കണം. ഈ ലോകം മുഴുവൻ കീഴടക്കിയ പോലല്ലേ മാത്തുക്കുട്ടി ആശാന്റെ നടപ്പ്. പക്ഷെ വലങ്കൈ എവിടെ? അതല്ല, പിന്നെ സെന്റ് തോമ ബാൻഡ് സെറ്റിലെ മാത്തുക്കുട്ടി ആശാന്റെ വലങ്കൈ കറിയ എവിടെ? കറിയല്ലേ? കറിയല്ലേ ആശാന്? പിന്നെ കറിയാച്ചൻ എവിടെയെന്ന്? അത് നീ പറഞ്ഞത് ശരിയാ. കറിയാച്ചന്റെ മനസ്സിൽ മാത്തുക്കുട്ടിയെ കുറിച്ചുള്ള പക ഊതി കത്തിച്ച് പോകച്ചാൽ നമ്മുടെ ചെലവാകാതിരിക്കുന്ന ഈ കടയിലെ സകല ചവപ്പറ്റിയും നമുക്ക് ചെലവാക്കാം. ഞാനിവിടെ 4 കുപ്പി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഒരു കുപ്പി എവിടെ? കർമ്മലി, എന്നാ ആങ്ങളെ? എന്നാ? ഞാനിവിടെ 4 കുപ്പി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഒരു കുപ്പി എവിടെ? ഒരു കുപ്പിയല്ലേ ഈ കിടക്കുന്നേ? എന്റെ അളിയനല്ല കപ്പാസിറ്റിയാ മിടുക്കാൻ. പിന്നെ നീ ആ ജോസൂട്ടിയുടെ കയ്യിൽ കുറച്ച് അച്ചാർ കൊടുത്തയക്ക്. അയ്യോ, അവൻ ഇതുവരെ വന്നില്ല. അവൻ ഇതുവരെ എത്തിയില്ലേ? അളിയാ, ഒരു പെഗ് കൂടി. ഒരു പെഗ് ആക്കുന്ന എന്തിനാ? ഒരു കുടം തരാം. എന്താ ഇവിടെ ഒരു ബഹളം? ഒന്നുമില്ല. അതായത് ഈ കിഴക്കേ പള്ളിയുടെ മണിമാളികയുടെ മുറ്റത്ത് വെച്ച് കീർത്തനത്തിന്റെ അവസാനത്തെ വരി ആശാൻ വായിച്ചപ്പോ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. അതെന്താ അത്രയ്ക്ക് മോശമായ? വെള്ളി, എന്തിനാണ് ആശാനെ സൂചിപ്പിക്കുന്നത്? എല്ലാ പള്ളി പെരുന്നാളും ഇവര് ഇങ്ങനെയൊക്കെ പറയാറ്. ശരി. നിന്റെ അപ്പൻ എവിടെ? അപ്പൻ ജോസൂട്ടി എവിടെ? ആ മരക്കരങ്ങനെ കാണാനില്ലല്ലോ. ഞാൻ ആശാനാണെന്ന് വിചാരിച്ച. ആശാനാണെങ്കിൽ കെട്ടിപ്പിടിക്കോ? അയ്യോ, കെട്ടിപ്പിടിച്ച മനപ്പൂർവ്വമല്ല, കാലി സ്ലിപ്പായതാ. സൂസന്നയുടെ ധാവണി കൊടുത്തു. ആരും കാണുന്നില്ല. കൊടുത്തു. ഡ്രസ് മാറുന്നിട്ട് സ്ലിപ്പ് ചെയ്യുന്നത് ആരും പറയല്ലേ, കുഴപ്പമാവും. എന്താടാ? ഞാൻ ആശാനെ തിരക്കി വന്നതായിരുന്നു. അപ്പം മുറിക്കകത്ത് സൂസന്നമ്മ വസ്ത്രം മാറുകയായിരുന്നു. എന്നിട്ട് ഞാൻ അറിയാതെ ദേഹത്ത്. അയ്യോ, എന്റെ മോളെ ആനമാനം കപ്പൽ കയറിയെന്നായി പറയുന്നേ. ഞാനല്ലേ നിൽക്കുന്നത്? അങ്ങനെ പതുക്കെ പറയണ്ട, ഉറക്കെ പറ. എനിക്കും കേൾക്കണം. കല്യാണം കഴിഞ്ഞ അന്ന് മുതലേ എനിക്ക് ഇവിടെ സംശയമായിരുന്നു. ഇപ്പൊ മനസ്സിലായി. എനിക്ക് ഇപ്പൊ മനസ്സിലായി എങ്ങനെ ഈ തള്ളണ മോളല്ലേ. എന്താണ് നീ പറഞ്ഞത്? എന്റെ മകള് പരിശുദ്ധല്ലെന്നാ? ഞാൻ ഇവളുടെ കാര്യമല്ലടാ പറഞ്ഞത്, നമ്മുടെ സൂസന്നയുടെ കാര്യം പറഞ്ഞു. നമ്മുടെ സൂസന്നയ്ക്ക് എന്നാ പറ്റി അമ്മച്ചി? അയ്യോ, അവള് വസ്ത്രമില്ലാണ്ട് നിന്നപ്പോ ഇവൻ ചാടി കേറി. അയ്യോ, ഞാൻ പറയുന്നത് കേൾക്ക്. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. സൂസന്നെ, അവിടെ വല്ലതും സംഭവിച്ചോ? എന്തെങ്കിലും സംഭവിച്ചോ? സംഭവിച്ചെന്താണെന്ന് ഞാൻ ആചാര്യോട് പറഞ്ഞേക്കാം. ഓരോരോ കള്ളങ്ങൾ പറഞ്ഞ ആചാര്യന്റെ അടുത്ത് എനിക്ക് തല്ലി മേടിച്ചു തരാനുള്ള പരിപാടിയാ. ആചാരേ, ഈ എല്ലാം പോയി. നമ്മുടെ സെന്റ് തോമ ബാൻഡ് ട്രൂപ്പിന്റെ എല്ലാ അഭിമാനവും പോയി. എന്താ കാര്യം? നമ്മുടെ കറിയാച്ചേട്ടൻ. കർത്താവേ, എപ്പോ? അയ്യോ, അതല്ല. എന്താന്ന് വെച്ച കാര്യം പറയടാ. കറിയാച്ചേട്ടൻ സെന്റ് തോമ ട്രൂപ്പിനെ നാളെ കരുതുന്നു. എവിടെ? അല്ലേടി, ഈ കറിയാച്ചന്റെ അസൂയും കുശുമ്പും ചെറുപ്പത്തിലേ ഉള്ളതാ. അപ്പച്ചനൊന്ന് തറപ്പിച്ച് നോക്കിയാ മതി. ഈ പറഞ്ഞ 2 പേരും നിന്നേടത്ത് നിന്ന് മൂത്രമൊഴിക്കും.
എന്താ മുഖത്തിന്റെ ഒരു ഗാംഭീര്യം. മാത്തുക്കുട്ടി ആശാന്റെ അത്രയും ഭംഗിയുണ്ടോ? അയ്യേ, ഈ കൊരകൻ എവിടെ കിടക്കണു, എന്റെ മാപ്പിള എവിടെ കിടക്കണം. 6.5 അടി പൊക്കം, നല്ല നീണ്ട മൂക്ക്, ആ നെറ്റിയും നല്ല ചുരുണ്ട മുടിയും ആ ജുബിയും മണിമാലയൊക്കെ ഇട്ട് വരണ കണ്ട രാജ്യപ്രമുഖൻ എഴുന്നള്ളി വരുന്നത് പോലെയല്ലേ. എടാ, നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കണേ? അപ്പൊ മാത്തുക്കുട്ടി ആശാൻ അങ്ങേരുടെ മോനല്ലേ? അങ്ങേരുടെ മോനാണെങ്കിൽ ആ ഒരു ഗാംഭീര്യമൊക്കെ വരണ്ടേ? ശരിയാ, നിനക്ക് തോന്നിയ സംശയം എനിക്കുണ്ട്. നീ എന്താ പറഞ്ഞത്? അല്ല, അമ്മച്ചി എന്താ ചോദിച്ചത് അതാദ്യം പറ. എടാ കുരുത്തം കെട്ടോനെ, നീ എന്റെ ചാരിത്രത്തെ പറ്റി ചോദ്യം ചെയ്യാ? അയ്യേ, ഈ വയസ്സുകാലത്ത് ആർക്ക് വേണം ചാരിത്രം? നീയേ ആള് തീരെ ശരിയല്ല. ഒരു കാലം ഒഴിഞ്ഞിട്ട് നിന്നെ വിടാമെന്ന് വിചാരിച്ചതാ. നിന്റെ വർത്തമാനം കേട്ടപ്പോ മറ്റേ കാലിലും കഴപ്പൊടിക്കും. ഉയ്യടാ, എടാ ഉയ്യാൻ. നീ എന്താണ് പറഞ്ഞത്? അല്ല, കാലിന് നല്ല മയം. ജോസുട്ടി, എന്തോ? ജോസുട്ടി, ഞാൻ ഇവിടെ ഉണ്ടേ. നീ മാടത്തി പോയി കാവലെടുക്കാറില്ലേ? അവിടെ പോയി പോത്ത് പോലെ കിടന്നുറങ്ങാനല്ല ഞാൻ നിന്നെ അങ്ങോട്ട് അയക്കുന്നത്. അനക്കം കേട്ടാ ഒന്ന് ശ്രദ്ധിച്ചുകൂടി വേണം. തെക്കേപ്പുറത്ത് നിൽക്കുന്ന 2 കൊല ആരോ വെട്ടിക്കൊണ്ടുപോയി. ഞാനും കണ്ടു. കൊല മാത്രമല്ല, ഒരു ചൊരയ്ക്ക, 2 മത്തങ്ങ, 7 പടവളങ്ങ. എന്നിട്ട് നീ എന്താ എന്നോട് പറയാഞ്ഞത്? ഞാനത് പറയാനായിട്ടാണ് വന്നത്. അപ്പോഴേക്കും ആശാൻ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞിട്ട് പ്രസക്തിയില്ലല്ലോ. വെറുതെ അങ്ങോട്ടും ഞാൻ ചറപറാന്ന് പറഞ്ഞിട്ടെന്തോ കാര്യം? നമ്മുടെ സ്ഥാനം പോയില്ലേ? ഇപ്പൊ എന്ത് ചെയ്യായിരുന്നു? വെള്ളം കോരുമായിരുന്നു. എന്നിട്ട് വെള്ളം കോരിയോ? ഇല്ല. അപ്പോഴല്ലേ ആശാൻ വിളിച്ചത്. നീ ആ ട്രംപറ്റിന് ബ്രാസ് ഇടാൻ പറഞ്ഞിട്ട് അത് ചെയ്തോ? ഇല്ല. എന്താ? അപ്പോഴല്ലേ ആശാന്റെ അളിയൻ വേറൊരു ജോലി തന്നത്. എന്ത് ജോലി? പറയടാ. സ്വകാര്യ, ആശാൻ വെളിയിൽ പറയരുത്. പട്ടച്ചാര മേടിക്കാനാ പറഞ്ഞത്. ഓ എന്റെ അമ്മേ, എന്നിട്ട് അത് മേടിച്ചോ? ഇല്ല. അപ്പൊ ചുരുക്കി പറഞ്ഞ വെള്ളം കോരിയിട്ടില്ല, ബ്രാസ് ഇട്ടിട്ടില്ല. ഇല്ല. ഇതൊന്നേ, വല്ലതും കഴിച്ചോ? എന്തോ? വല്ലതും കഴിച്ചോ? അത് രാവിലെ കഴിച്ചു. നീ ഇനി ഇവിടെ ഒരു പണിയും ചെയ്യണ്ട. എവിടെ പോവാ? ആശാനല്ലേ പറഞ്ഞ ഒരു പണിയും ചെയ്യണ്ടെന്ന്. അപ്പൊ കുറച്ച് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു. ഓ, ആദ്യം നീ ആ ട്രംപറ്റിനൊക്കെ ബ്രാസ് ഇട്ടൊന്ന് മിനുക്ക്, എന്നിട്ട് ഇത്തിരി വെള്ളം കോരി നിറക്കി. അല്ല ആശാനെ, ഞാൻ ഒരു കാര്യം ചെയ്യാം. ആദ്യം ട്രംപറ്റിന് ബ്രാസ് ഇട്ട് മിനിക്കാം, എന്നിട്ട് വെള്ളം കോരി നിറയ്ക്കാം. അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പറയണം. നെല്ല് കോൽപ്പുളി. അയ്യോ, എന്താ ഇത്? മനസ്സിലായില്ലേ? ഇതാണ് ചട്ടി. അത് മനസ്സിലായി. ഇവിടെ കിടന്ന് ചുറ്റുന്ന എന്തിനാ? ആര് ചുറ്റി? ഞാനിപ്പോ ഇവിടെ വന്നല്ലേ ഉള്ളൂ. പിന്നെ അപ്പച്ചൻ വിളിച്ചപ്പോ ഇവിടുന്നാണല്ലോ വിളി കേട്ടത്. ഇവിടുന്നാ? അതെ, എവിടുന്ന്? അത് എക്കോ. എക്കോയോ? അതറിഞ്ഞൂടെ? ഇല്ല. മനസ്സിലാക്കി തരാം. ഇതൊന്ന് പിടിച്ചേ. ഇപ്പൊ ഉദാഹരണത്തിന് മറവിൽ തെരുവ് സൂക്ഷിക്കാന്ന ചിത്രത്തിൽ ഒരു പാട്ടില്ലേ? കുറ്റാലം കുളിരരുവി അരുവി അരുവി. അവസാനത്തെ 2 അരുവി വേറൊരാള് പാടിയിരിക്കുന്നതെന്നാണ് സൂസൻ വിചാരിച്ചിരിക്കുന്നത്. അല്ല, അതാണ് എക്കോ. അതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചത്. പിടിക്ക്. ഞാൻ പറഞ്ഞ സാധനം വാങ്ങിയോ? സാധനം വാങ്ങിച്ചില്ല. അതെന്താ? അപ്പോഴാണല്ലോ ആശാൻ വിളിച്ചത്. എന്നിട്ട്? ഞാൻ അമ്മാമ്മയ്ക്ക് എണ്ണ ഇടാൻ പോകുമായിരുന്നു. ആ, ജോസൂട്ടിയെ കൊണ്ട് എനിക്കൊരു കാര്യം ഉണ്ടായിരുന്നു. എണ്ണ ഇടണോ? എന്താ? അമ്മാമ്മയ്ക്കാണല്ലോ എണ്ണ ഇടേണ്ടത്. സൂസനയ്ക്ക് എണ്ണ ഇടരുത്. ജോലിയെല്ലാം കൂടെ തലയെ വലിച്ച് കയറ്റിട്ട് ഇപ്പൊ ആ കൂടെ കൺഫ്യൂഷനായി. ഇപ്പൊ എണ്ണ ഇടേണ്ടവർക്ക് എണ്ണ ഇടരുത്, എണ്ണ ഇടാത്തവർക്ക് എണ്ണ ഇടണം. ഈ വീട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ്. എന്താണെന്നറിയില്ല, ശരീരത്തിനൊക്കെ ഭയങ്കര വേദന. ഇത്തിരി വെള്ളം ചൂടാക്ക്. ഓ, മലമറിക്കുന്ന പണിയെടുത്തേച്ചും വന്നേക്കല്ലേ? ഓരോരുത്തരും ഉമ്മർത്ത് വന്ന് നിങ്ങളുടെ ഗുണവധികാര്യം വിളിച്ചു പറയുന്നത് കേട്ടില്ലേ? കെട്ടിച്ചു വിട്ട പെങ്ങക്കും അലയനും ചെലവിനും കൊടുക്കേണ്ട ഗതികേട് എന്റെ ആങ്ങളയ്ക്ക് വന്നല്ലോ എന്റെ ഈശോയെ. അത്രയ്ക്ക് സങ്കടോടെ കുറച്ചു നേരം അകത്തിരുന്ന് കരയ്, എന്നിട്ട് വെള്ളം ചൂടാക്ക്. എന്റെ വായിരിക്കുന്ന വല്ല കേട്ടാലുണ്ടല്ലോ. വില്ലേജ് ഓഫീസിൽ നല്ലൊരു പണി ഉണ്ടായിരുന്നത് കള്ളു കുടിച്ച് കളഞ്ഞു. പുരേടം വിറ്റ് ബിസിനസ് തുടങ്ങി. അവസാനം പുരേടവും പോയി, ബിസിനസ്സും പോയി. ഇവിടെ വന്നിങ്ങനെ നിൽക്കാൻ തുടങ്ങിട്ട് നാളെ എത്രയെന്നാ വിചാരം? അത്രയ്ക്ക് നാണക്കേടാണെങ്കിലേ നിന്റെ ചേട്ടനോട് പറ ഒരു പുതിയ വീട് വെച്ചുതരാൻ. എന്നാലും ഇത് ഞാൻ ഒരു പണിക്ക് പോകുകയല്ലേ. എത്ര നല്ല കല്യാണ കാര്യങ്ങൾ എനിക്ക് വന്നതാന്ന് അറിയാവോ? അന്ന് എന്റെ പെറ്റുതള്ള പറഞ്ഞതാ ഇത് വേണ്ടാന്ന്.
എന്റെ ഒറ്റ ഒരുത്തയുടെ നിർബന്ധം കൊണ്ടാ. അത് ഇത്രയും വലിയ കോടാലിയാവുമെന്ന് ഞാൻ കരുതിയില്ലേ. ഓ കല്യാണത്തിന്റെ കാര്യം നീ എന്നോട് പറയണ്ട. ഇതിനേക്കാൾ വലിയ ഒന്നാന്തരം കേസുകൾ എനിക്കും വന്നതാ. പിന്നെ എന്റെ ഒറ്റ നിർബന്ധം എനിക്കിത് മതി. അത് ഇത്രയും വലിയൊരു കുരിശാവെന്ന് ഞാൻ വിചാരിച്ചില്ല എന്റെ കർത്താവേ. അത് ശരി. ഇതുവരെ ഇത് ഞാൻ തർക്കുത്തരം പറഞ്ഞിട്ടില്ല. ഇപ്പൊ അതും തുടങ്ങിയോ? എടി ബോധമില്ലാത്തവളെ, ഞാനും നീയും ഈ വീട്ടിലാരാ? അന്യര്. 2-3 കൊല്ലം കഴിഞ്ഞാൽ സൂസനെ കെട്ടിച്ചു കൊടുക്കും. പിന്നെ ഈ വീട്ടിൽ അളിയന് കൂട്ടിനാരാ? ഞാനും നീയും. അപ്പൊ എന്റെ അമ്മച്ചിയോ? അതൊക്കെ 2-3 കൊല്ലം കഴിഞ്ഞാൽ ഷൂ. എന്റെ ഷൂ. അല്ലമ്മേ, ഞങ്ങളൊക്കെ 2-3 കൊല്ലം കഴിഞ്ഞാൽ ഷൂന്ന് പറയായിരുന്നു. നീ പറഞ്ഞോന്ന് ഞാൻ കേട്ടില്ലെന്ന് വിചാരിച്ചോടാ. എന്റെ അടിയന്തര ഉണ്ണാനുള്ള നിന്റെ മനസ്സിലെ പൂതിയെ നീ ആണ് മാറ്റി വെച്ചേര്. ഈ തള്ള അത്ര പെട്ടെന്നൊന്നും പോവില്ലടാ മോനെ. ഇനിയിപ്പൊ ചൂടുവെള്ളം ഉണ്ടാക്കണോ? വേണ്ട, ഞാൻ പച്ചവെള്ളത്തിൽ കുളിച്ചോളാം. ആ